നമസ്കാരം. ഭരണത്തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരുടെ പിൻബലത്തോടെയാണ് കുട്ടി സഖാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ. പിറകിൽ നിന്ന് വാക്കാലുള്ള പിന്തുണ മാത്രമല്ല, വേണ്ടി വന്നാൽ പണമിറക്കാനും ഈ നേതാക്കന്മാർ തയ്യാറാണ് എന്നതാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പേരിൽ ഒരു അടിപിടി കേസിലെങ്കിലും പെട്ട് ജയിലിൽ കിടക്കണം എന്നതാണ് ഓരോ കുട്ടി സഖാക്കന്മാരുടെയും പ്രധാന സ്വപ്നം തന്നെ. അങ്ങനെ കിടന്നാൽ അത് വലിയ എന്തോ ക്രെഡിറ്റ് ആയാണ് ഇതിനെ പല സഖാക്കന്മാരും കാണുന്നത് എന്നത് വസ്തുത. കഴിഞ്ഞ 2 ദിവസത്തിനിടെ കൊയിലാണ്ടിയിലും കാര്യവട്ടത്തുമായി SFI നേതാക്കന്മാരുടെ അക്രമ രാഷ്ട്രീയമായിരുന്നു നാം കണ്ടത്, നാം ചർച്ച ചെയ്തത്. കേരളത്തെ ഏറെ ഞെട്ടിക്കുന്ന പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ പിന്നാലെ മറഞ്ഞു നിൽക്കുന്ന കഥകൾ ഇപ്പോഴും പുറത്തു വരാൻ ഒരുപാടുണ്ട്. ഇത്തരത്തിൽ അക്ഷരങ്ങൾ കൊണ്ട് മത്സരിക്കേണ്ടുന്ന വിദ്യാർത്ഥികൾ ഇങ്ങനെ അക്രമ രാഷ്ട്രീയം കൊണ്ട് ഓരോ ദിവസവും പിന്നിടുന്നതാണ് നാം കാണുന്നത്. ഇതെല്ലാം പ്രധാനപ്പെട്ടും ഭരണവ്യവസ്ഥയാണ് ഇതിനൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ നിലവിലത്തെ ഇടത് ഭരണം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതെല്ലാം വ്യക്തമാക്കുന്ന സാധൂകരിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വരികയുണ്ടായി. അതായത് പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടന്നാൽ അവരെ രക്ഷിക്കാൻ സർക്കാർ പൊതുഖജനാവിൽ നിന്ന് വേണമെങ്കിൽ ഫണ്ട് ഇറക്കും എന്നത്. കഴിഞ്ഞ നിയമസഭയിൽ രാഷ്ട്രീയ കൊലപാതകളെ രക്ഷിക്കാൻ ഡൽഹിയിൽ നിന്നെത്തിയ അഭിഭാഷകർക്ക് 2,72,40,000 രൂപ വക്കീൽ ഫീസായി നൽകിയെന്ന മന്ത്രി പി രാജീവ് നൽകിയ മറുപടി ഇത്തരം കാര്യങ്ങളെ സാധൂകരിക്കുകയാണ്. സണ്ണി ജോസഫ് MLA ചോദ്യത്തിന് നിയമസഭയിൽ മറുപടിയായിട്ടാണ് പി രാജീവ് ഇങ്ങനെ ഒരു കണക്ക് അവതരിപ്പിച്ചത്. പെരിയ കേസിലെ CPM പ്രതികൾക്ക് വേണ്ടി ഡൽഹിയിൽ നിന്ന് 3 അഭിഭാഷകരെയാണ് ഹൈക്കോടതിയിൽ എത്തിച്ചത്. സീനിയർ അഭിഭാഷകരായ മനീന്ദർ സിംഗ്, പ്രഭാസ് രാജ്, രഞ്ജിത് കുമാർ എന്നിവരാണ് കൃപേഷ് ശരത് ലാൽ വധക്കേസ് പ്രതികൾക്ക് വേണ്ടി ഹാജരായിരുന്നത്. 88 ലക്ഷം രൂപയ്ക്ക് ഇവർക്ക് ഖജനാവിൽ നിന്ന് വക്കീൽ ഫീസായി നൽകി എന്നതാണ് കണക്ക്. ഷുഹൈബ് വധക്കേസിലെ CPM പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ ഹൈക്കോടതിയിൽ എത്തിച്ച വിജയ് ഹൻസാരിയ, അമരീന്ദ ശരൺ എന്നീ പ്രഗത്ഭരായ വ്യക്തികളെയും ഇറക്കിയത് സർക്കാർ തന്നെയാണ്. 86 ലക്ഷമായിരുന്നു ഇവർക്ക് ഫീസായി പൊതുഖജനാവിൽ നിന്ന് ഈടാക്കിയത്. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഗോപാൽ അടിയോടി വക്കീൽ സ്മാരക ട്രസ്റ്റ് നൽകിയ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരായത് പ്രഗത്ഭനായ ഹരിൻ P റാവൽ എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് 98 ലക്ഷം രൂപയാണ് ഫീസായി നൽകിയത്. ഇവർക്കെല്ലാം ഫീസിനത്തിന് പുറമെ യാത്രാ ചെലവ്, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് വകയിരുത്തി. വിമാനക്കൂലിയായി 10,000-ഓളം രൂപയായിരുന്നു നൽകിയത്. താമസത്തിനും ഭക്ഷണത്തിനും 3 ലക്ഷത്തിൽ തുടങ്ങി വേറെ തുകയും നൽകി. അതായത് സഖാക്കന്മാരെ രക്ഷിക്കാൻ പൊതുഖജനാവിൽ നിന്ന് സർക്കാർ പണം കണ്ടെത്തുന്നു എന്ന് ചുരുക്കം. പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന ആളുകൾക്ക് എന്തിനാണ് പൊതുഖജനാവിൽ നിന്ന്, അതും ജനങ്ങളുടെ അവകാശമായ പൊതുഖജനാവിൽ നിന്ന് പണം ഇറക്കുന്നത് എന്നത് ചോദ്യമാണ്.